സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു വാര്യരുടെ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമക്ക് പോയിട്ട് നാണം കെട്ട് നാരായണക്കല്ലായ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മഞ്ജു വാര്യരുടെ സിനിമ, ലേഡി സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അപ്പൂപ്പന്മാരും അതുപോലെ അമ്മൂമ്മമാരും കുട്ടികളും കുഞ്ഞുങ്ങളും എല്ലാവരും കയറുന്ന ഒരു സിനിമയാണ് മഞ്ജു വാര്യരുടെ സിനിമ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വൾഗറായിട്ടുള്ള ഡയലോഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ ഉണ്ടാവില്ല. വളരെ നല്ല സിനിമയായിരിക്കും. മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമയൊക്കെ അങ്ങനെയുള്ളത് തന്നെയാണ്. എന്തിനധികം പറയുന്ന, ഒരു ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് വരെ മഞ്ജു വാര്യർ അഭിനയിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് കാണും എന്നുള്ളതാണ്. പക്ഷേ ഫൂട്ടേജ് കാണാൻ പോയിട്ട് നാണം കെട്ടുപോയി എന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ അകത്ത് എവിടെയോ ഒരു എ എന്നുള്ളൊരു ചിഹ്നം ഉണ്ടായിരുന്നു പോലും. അതിപ്പോൾ ഈ പാവങ്ങൾ ആരും കണ്ടിട്ടില്ല. ഈ എ എന്നുള്ള ചിഹ്നം ആരാന്നിപ്പോൾ നോക്കുന്നത്? അവരാരും കാണാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴേ മഞ്ജു വാര്യർ എന്തിനാണ് ഇതിൻ്റെ അകത്ത് അഭിനയിച്ചത്, എന്തിനാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എനിക്ക്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത്? ഇതുപോലെയുള്ളൊരു പടം മഞ്ജു വാര്യരെ പോലെയുള്ളൊരു നടി നിർമ്മിക്കേണ്ട പടമാണോ ഇത്? മഞ്ജു വാര്യരെ പോലെയുള്ള നടി അഭിനയിക്കേണ്ട പടമാണോ ഇത്? നമ്മളിപ്പോഴും ഷക്കീലേൻ്റെ ഒരു സിനിമ വന്നു, അല്ലെങ്കിൽ മറിയേൻ്റെ ഒരു സിനിമ വന്നു. അതിൻ്റെ അകത്തെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഫാമിലിയോടുകൂടി കയറരുത് എന്ന്. പക്ഷേ ഞാൻ പറയുന്നത് ഇതാണ്, ആ പടത്തിന് ഫാമിലിയോടുകൂടി കയറാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വേറെ ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും തോന്നിയവാസമാണ് ഈ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അംഗീകരിച്ചത് മാത്രമല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം എ കൊടുത്തിട്ട് തന്നെയാണ്. പക്ഷേ ജനങ്ങളോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ മഞ്ജു വാര്യർക്ക്? മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിയെ അത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് മഞ്ജു വാര്യർ ഈ ഇടയായിട്ട് ഇങ്ങനെ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു സ്ഥാനം ഇങ്ങനെ കളഞ്ഞു കുളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സിനിമ മാത്രം മതി മഞ്ജുവിനെ എല്ലാവരും വെറുക്കാന്നേ ഞാൻ പറയുള്ളൂ. അതായത് അത്രത്തോളം മോശമായൊരു സിനിമ നല്ലതായിരിക്കാം, ആ സംവിധായകന് നല്ലതായിരിക്കാം, പക്ഷെ അയാൾ എടുത്തു വെച്ചിരിക്കുന്നത് മഞ്ജു വാര്യരെ അപമാനിക്കാനാണെന്നേ ഞാൻ പറയുള്ളൂ. ഇതിൻ്റെ നിർമ്മാണ പങ്കാളിത്തവും മഞ്ജു വാര്യർക്കുണ്ട്. ഇങ്ങനെയൊരു സിനിമയൊക്കെ നിർമ്മിക്കുമ്പോൾ മഞ്ജു വാര്യർ കുറച്ചൊന്ന് ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിനിമ നിർമ്മിക്കുന്നത് എന്ന്. ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ പറ്റുമോ? അത് ധൈര്യത്തിൽ കാണിക്കാൻ പറ്റും. ഇനി മഞ്ജു വാര്യരുടെ സിനിമ ഇറങ്ങുമ്പോഴേ നമ്മളിനി പലതും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മഞ്ജുവിൻ്റെ മുഖമുണ്ടില്ലേ, മഞ്ജുവിൻ്റെ പേരുണ്ട്, മഞ്ജു വന്ന് പ്രൊമോഷൻ ചെയ്യുന്നു എന്ന് കരുതിയിട്ട് എല്ലാവരും കയറിയിട്ട് സിനിമക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബന്ധങ്ങൾ മാത്രമാണ്. ഒരു സംഭാഷണം, 2 ശാരീരിക ബന്ധം, ഒരു സംഭാഷണം, 2 ശാരീരിക ബന്ധം, ഇതാണ് കാണുന്നത്. പച്ചക്ക പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ, ആ സാധനം തന്നെയാണ് അവിഹിത മാർഗത്തിലുള്ള അവിഹിതം. ഇതാണ് അവിടെ കാണിക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മഞ്ജു വാര്യരെ പോലെ ഒരാൾ ഇമാതിരി പടത്തിൽ പോയിട്ട് വീണല്ലോ, അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലാണ്. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, പണത്തിൻ്റെ മുകളിൽ പരുന്തും പറക്കൂല. എല്ലാവർക്കും വേണ്ടത് പണമാണ്. ഇനി എന്ത് കാണിച്ചിട്ടായാലും വേണ്ടിയില്ല, എന്ത് സംഭവിച്ചിട്ടായാലും വേണ്ടിയില്ല, എനിക്കും വേണം പണം എന്നല്ലേ. പണം ഉണ്ടെങ്കിൽ നാണം കെട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാണക്കേട് ആ പണം മാറ്റിയിടും എന്നാണ്. അതുപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ എന്തോ ഒരു വിഷമവുമില്ലേ, ഉള്ളിലത്തെ ആ ഒരു വിഷമം അത് തീർക്കാൻ വേണ്ടി എടുത്ത സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല അതിന് ഇമ്മാതിരി തോന്നിയവാസം കളിക്കുമോ? എടോ, ആദ്യം മുതൽ ഇത് തുടങ്ങുന്നത് മുതൽ തീരുന്നത് വരെ ഇതന്നെയാണ് പരിപാടി. മനസ്സിലാക്കണം നിങ്ങൾ. എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? എന്ത് സിനിമയാണ് ഇവർ? ഇങ്ങനെയാണോ ഒരു സിനിമാ കഥ പറയേണ്ടത്? ഈ സിനിമ ഈ കളിയിലൂടെയാണോ പറയേണ്ടത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതൊരുമാതിരി ഒരു അരോചകത്വമുള്ളൊരു സിനിമ. ആ മഞ്ജു വാര്യരെ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇത്രയും പടം ഇറങ്ങിയിട്ട് മഞ്ജു വാര്യരെ ഞാൻ വെറുത്തിട്ടില്ല. ഈ ഒറ്റ പടത്തോട് കൂടിയിട്ട് ശരിക്കും മഞ്ജു വാര്യരെ പോലും വെറുത്തുപോയി എന്നുള്ളതാണ്. അമ്മാതിരി തോന്നിയവാസമുള്ള അഭിനയമാണ്. എന്തിനഭിനയിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ട ആരെങ്കിലും ഒരു അഭിപ്രായം പറ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം 12 മണീൻ്റെ സിനിമയില്ലേ, ന്യൂൺ ഷോ ഇല്ലേ പണ്ടത്തെ, അതുപോലും ഇടാൻ കൊള്ളൂല. കാരണം അതിൻ്റെ അകത്തൊക്കെ കുറച്ചെങ്കിലും മാന്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നമ്മളെ സിൽക്ക് സ്മിതേൻ്റെ ആയാലും മറ്റേ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ സിനിമ ഇറങ്ങലുണ്ട്, അതിലൊക്കെ ഒരു മാന്യതയുണ്ട്, ഒരു മിനിമം മാന്യത കീപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് സംവിധായകരുണ്ട്. അതായത് ഈ ഫൂട്ടേജ്, ബിരിയാണി, ഇങ്ങനെയുള്ള കുറേ സിനിമകൾ എടുത്ത സംവിധായകർ ഉടുതുണിയില്ലാതെ അഭിനയിപ്പിക്കുക. ആലോചിച്ച് നോക്കണം നിങ്ങൾ, എന്തിനിങ്ങനെ? അതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ഈ ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ മൊത്തം മുഴുവൻ കാണിക്കുന്നത്, അതുപോലെ തന്നെ പല വൾഗറായിട്ടുള്ള രംഗങ്ങളും എന്തിനാണെന്ന് എനിക്കറിയില്ല. അത് ആർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല.
ഇത് ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല ഇത് ഈ നടിയുടെ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു നടിയുണ്ട് പറയുന്നത്, തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ പൂർണ്ണ നഗ്നിയായിട്ട് ഞാൻ അഭിനയിച്ചു എന്ന്. പുതപ്പിൻ്റെ ഉള്ളിലല്ലേ നമ്മൾ കാണുന്നുള്ളൂ, നമ്മൾ വെളിയിലെടിങ്ങും കാണുന്നുണ്ടാ? അപ്പോൾ ഈ പുതപ്പിൻ്റെ ഉള്ളിൽ എന്തിനാണ് നഗ്നിയാകുന്നത്? ഒരു തുണിയെടുത്ത് കൊടുത്തൂടെ? എന്തിനും നഗ്നിയായിട്ട് കിടക്കണം നിർബന്ധം കൊണ്ടാ? അത് ആർക്ക് വേണ്ടിയിട്ടാണ് കിടക്കുന്നത്? ഈ സംവിധായകന് വേണ്ടിയിട്ടാ? മനസ്സിലാകുന്നില്ല. ഇതൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞ് ഈ ഫൂട്ടേജ് എന്ന് പറയുന്ന സിനിമയിൽ പലതും പുറത്ത് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ, അവർ കാണിക്കുന്നു നമ്മൾ കാണുന്നു. അപ്പോൾ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ തന്മാത്രക്ക് എന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുപോലെ ബിരിയാണിക്കും നല്ല രീതിയിൽ ഇറക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ കാണിക്കും. അത് അവരുടെ ആ ഒരു സിനിമ. ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. ഇനി ഇതിനൊക്കെയാണ് അവാർഡ് കിട്ടുക. അത് ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സിനിമക്കാണ് അവാർഡും കൊണ്ട് കൊടുക്കുക ഇങ്ങനെ ഏപ്പടത്തിൽ. അല്ല, നിങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് ഷക്കീലേനെ നിങ്ങളാരും അംഗീകരിക്കുന്നില്ല? എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഷക്കീല സിനിമകൾ ഇപ്പോൾ ഇറങ്ങണം. അതായത് അവരുടെ നല്ല നല്ല കഥയുള്ള സിനിമകളുണ്ട്, അതിപ്പോൾ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനെക്കാട്ടിയും തോന്നിയ വാസയിൽ ഇപ്പോഴത്തെ ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫാമിലിയൊക്കെ കയറുമ്പോൾ, ഒരു സിനിമയ്ക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോഴായിരുന്നു. അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും പറഞ്ഞതെന്താണെന്നറിയാം, ഈ മഞ്ജുവാരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് ആയിരിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞത്. അതായത് കുറച്ച് അടിയും പൊടിയും രക്തം കാണലും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോഴും സർട്ടിഫിക്കറ്റ് വരും, വയലൻസ് ആണല്ലോ. അപ്പോൾ അതാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഈ സിനിമ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ചില ആൾക്കാരൊക്കെ എൻ്റെ ഭഗവാനെ ഏലൂട്ടിയോ ഒളിച്ചോടേണ്ടത്, ഇനി ഭൂമി ഒന്ന് കീറിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ എന്ന് അങ്ങനെ വിചാരിച്ച ആൾക്കാരുണ്ട്. അല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഇത് ഫാമിലിയൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ചളിപ്പുണ്ടാവൂലേ? അല്ല, മഞ്ജു വാര്യർക്ക് ഇതറിയില്ലേ? ഒരു പ്രേക്ഷകൻ്റെ മനസ്സുപോലും അറിയാത്ത ഒരാളാണോ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ? ഇത്രയും സിനിമയിൽ അഭിനയിച്ച് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന, ഇത്രയും കമൻറ്റുകൾ വരുന്ന മഞ്ജു വാര്യർക്ക് ഈ പ്രേക്ഷകൻ്റെ ഒരു മനസ്സറിയില്ലേ? പ്രേക്ഷകൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നറിയില്ലേ? അതുകൊണ്ടാണ് എനിക്ക് പിന്നെ എന്താ പറയുന്നത്, മഞ്ജുവിനോട് ഇത്രമാത്രം വെറുപ്പ് വന്നു പോയത്. ഇമാതിരി തോന്നിയവാസമുള്ള സിനിമയിൽ അഭിനയിച്ചു, അത് നിർമ്മിച്ചു, എന്നിട്ട് അതിനെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 5 കോടി രൂപ നഷ്ടപരിഹാരം ഒരു സ്ത്രീ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ആ നായികയാണെങ്കിൽ കൊടുക്കണം കേട്ടോ. ആ മഞ്ജു പിന്നെ എന്താ പറയുക, ഈ സിനിമയിലെ മെയിൻ കഥാപാത്രമാണ് ഈ പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. കാരണം അമ്മാതിരി അഭിനയം എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ജീവിക്കലായിരുന്നു. അത് ജീവിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നായികയും നായകനും കൂടിയിട്ട്. കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചില ആൾക്കാരുടെ ലക്ഷ്യമോ. അതായത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. കല്യാണം കഴിയാതെയും ഇങ്ങനെയൊക്കെ ജീവിക്കാം, കല്യാണം കഴിയാതെ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇല വന്ന് മുള്ളിൽ വന്ന് വീണാലും മുള്ളു വന്ന് ഇലയിൽ വന്ന് വീണാലും കേട് ഇലക്ക് മാത്രമാണ്, മുള്ളിനല്ല. അതായത് ഈ സ്ത്രീകൾക്ക് മാത്രം എന്നും പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചോ മക്കളെ. സ്ത്രീകളോടാണ് പറയുന്നത്, വളരെയധികം സൂക്ഷിച്ചോ. ഇവന്മാർ ഇന്നല്ല നാളെയും രക്ഷപ്പെടുവരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരുന്നത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിലേക്കോട്ട് വന്നോട്ട്. ബൈ ബൈ.